ഹലോ ഹലോ, സാറല്ലേ? അതെ സാറേ, ഇത് EBT ക്രെഡിറ്റ് കാർഡിൽ നിന്നാണേ. താങ്കളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു. സാർ ഇതുവരെ പേയ്മെന്റ് ചെയ്യാത്തത് എന്താണ്? ഡ്യൂവായി കിടക്കുവാണ്. അതെ, ഞാൻ കുറച്ച് മോശം അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് അത് അടക്കാൻ പറ്റാതിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. സാറേ, ഓർഡർ ആണ്. സാറിന് ഇന്ന് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഇന്ന് പറ്റില്ല. ഞാൻ എന്തായാലും ഈ ആഴ്ച എന്തായാലും ചെയ്യാം. എനിക്ക് സാലറി വീണിട്ടില്ല, അതുകൊണ്ടാണ്. സാലറി കിട്ടാത്തതുകൊണ്ടാണ് അത് ഡ്യൂ ആയി പോയത്. ഞാൻ എന്തായാലും ഈ ആഴ്ച എന്തായാലും ക്ലിയർ ചെയ്യാം. സാറേ, അത് പറ്റില്ല. ഇന്ന് ചെയ്യണം സാറേ. അത് ഇന്ന് പറ്റില്ല സാറേ, ഇന്ന് പറ്റില്ല. എന്തായാലും നാളെ അടച്ചു ചേർക്കാൻ പറ്റുമോ സാറേ? നമുക്ക് ഓർഡർ ആയി കിടക്കുവാണ് സാറേ. എൻ്റെ പൊന്നു കൂട്ടുകാരാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ മുടക്കൊന്നും വരുത്തിയിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് മുടങ്ങിയത്. സാറേ, നമുക്ക് മനസ്സിലായി. സാറേ, ഇത് ഓർഡർ പോയി കിടക്കുന്ന കാരണം നമുക്ക് ഹോം വിസിറ്റ് ഉണ്ടാവും സാർ. ഒരു വട്ടം മുടങ്ങുമ്പോഴേക്കാണ് നിങ്ങൾ ഈ വക വർത്താനം പറയണത്. കാർഡ് എടുക്കാൻ വരുന്നത് നിന്റെയൊക്കെ വർത്താനം ഇതല്ലായിരുന്നല്ല. പിന്നെ ഞാൻ എത്ര വട്ടം പേയ്മെന്റ് ചെയ്താണ്. അപ്പൊ നീയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ഇല്ലാണ്ടാക്കി വീണ്ടും മനസ്സിൽ കൊണ്ട് വെച്ചേക്കണാണ്. പിന്നെ നിങ്ങൾ രാവും പകലില്ലാതും വിളിയും മെസ്സേജും ഒക്കെ ആയിട്ട് വല്ലാതെ ടോർച്ചർ ചെയ്യണ്ട തന്നെ മാനസികമായിട്ട്. മനസ്സിലായി? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് അടവ് മടങ്ങിയത് ഓർഡർ ആയി കിടന്ന പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. സാറ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ് സാറേ. അതൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ് ഡ്യൂട്ടി. എന്താടാ ഫോൺ വിളിച്ചെടുക്കാത്ത? എടാ, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ നീ എന്ന് തരും? നിനക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ വീട് പണിയാനുള്ള പൈസ എടുത്താൽ നിനക്ക് ഞാൻ തന്നെ. ഒരാഴ്ച സമയം നീ എന്നോട് പറഞ്ഞു. അതും കഴിഞ്ഞപ്പോൾ 3-4 മാസം കഴിഞ്ഞു. എടാ, കുറെ നാളായില്ല നീ വാങ്ങിച്ചിട്ട്. എടാ, അത് എനിക്ക് 3 മാസമായി സാലറി കിട്ടിയിട്ട്, അതുകൊണ്ടാണ് വൈകുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേരം നിന്നെ വിളിച്ച് ഞാൻ പൈസ ചോദിച്ചു. എന്നിട്ട് നീ ആ പൈസ തരാൻ കൂട്ടാക്കി. എടാ, അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലേ? പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാടാ? ആ സമയം ഞാൻ കുറേ നോക്കിയടാ, കുറേ ആൾക്കാർക്ക് വിളിച്ചു, ആരും തന്നില്ല. സാലറിയും കിട്ടിയിട്ടില്ല. അവളുടെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞു. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫുള്ള് പൈസ എടുത്തിട്ടാണ് ആ ഹോസ്പിറ്റലുകാരൊക്കെ ഞാൻ സെറ്റ് ചെയ്തത്. ഇപ്പം അത് ഓവർ ഡ്യൂ ആയിട്ട് അവർ വിളിച്ചിട്ട് സുധീഷ്, എനിക്ക് അറിയണില്ലടാ ഞാൻ എന്താ ചെയ്യേണ്ടത്. എൻ്റെ കഥ കേൾക്കാൻ വന്നല്ല ഞാൻ. എൻ്റെ പൈസ നീ എപ്പോൾ തരും അത് പറ. പല അവധിയായി നീ എനിക്ക് പറയണത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു വാക്ക് പറ. പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കരുതട്ടാ അമ്മയിരെ. എന്തിടാ, നല്ല തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ നീ എൻ്റെ പൈസ ഇട്. കുറെ ആയില്ലേ ഞാൻ നിന്നോട് നേരെ ചോദിച്ചിട്ടില്ലല്ലോ. ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കാശ് നാളെ കിട്ടണം.
പറഞ്ഞ പിന്നെ വാർത്തയിൽ നിന്നാണല്ലോ സീറ്റുണ്ടാക്കും. എന്ത് പറ്റാൻ 2-3 മാസമായിട്ട് സാലറി ഇല്ലല്ല. പിന്നെ ഇവിടുത്തെ കാര്യത്തിന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫുള്ള് പൈസ എടുത്തിട്ടാണ് എന്നാ ഹോസ്പിറ്റലുകാരൊക്കെ മാനേജ് ചെയ്ത്. അതിപ്പോൾ കയറി കയ്യിൽ നിൽക്കാത്ത പോലെ. അവരാണെങ്കിൽ വിളിച്ചിട്ട് സൗകര്യം തരുന്നില്ല. ഞാൻ പൈസ ഇട്ടതാണ് 2-3 വട്ടം. പക്ഷെ അതൊക്കെ ഇൻട്രസ്റ്റിൽ കയറിപ്പോയി, അതിലേ കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മൈനസായിട്ട് കിടക്കുക. അതായിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ സുധീഷ് അവൻ വന്നിട്ട് കുറേ വർക്കുകൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നേ പൈസയ്ക്ക്. അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിട്ടാണ് അവൻ വിളിച്ചത്. അത് അവൻ എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാലും ചുറ്റിലും കൊടോ. നിനക്കും തരാനില്ല പൈസ. സാരമില്ല, നിങ്ങൾ പൈസ തന്നാൽ നിങ്ങളിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കില്ല. കിടക്ക്. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എല്ലാം ശരിയാവില്ല.